50 വർഷമായി അഭിനയ രംഗത്തുള്ള ആളാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. എന്നാൽ അദ്ദേഹത്തെ ആദ്യമായി സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചത് ഏത് സിനിമയ്ക്ക്, ആരാണ് എന്ന് അറിയാം? അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. 1975 അപൂർവ രാഗങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് രജനീകാന്ത് അഭിനയ രംഗത്തേക്ക് വരുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. കെ ബാലചന്ദ്രൻ എന്ന് പറയുന്ന സംവിധായകൻ രജനീകാന്തിനെ അതുവരെ കാണാത്ത ഒരു തരത്തിൽ അവതരിപ്പിച്ചതും ആ ഒരു സിനിമ രജനീകാന്തിൻ്റെയൊക്കെ ബ്രേക്കായതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിനുശേഷം രജനീകാന്തും കമലഹാസനും കമലഹാസൻ അതിന് മുമ്പേ ഒരു നായകനായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. രജനീകാന്തിനെക്കാട്ടും താരമൂല്യം ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് ആ സമയത്ത്. പിന്നീട് ഇവർ ഒരുമിച്ച് അഭിനയിക്കുകയും രജനീകാന്ത് വില്ലനായിട്ടും കമലഹാസൻ നായകനായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. രജനീകാന്ത് അല്ലാതെയും കന്നഡയിൽ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒക്കെ വില്ലനായിട്ടും നായകനായിട്ടും ക്യാരക്ടറുകളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ 1977, 78 ആ ഒരു സമയത്ത്, ഇത് 77 അതിൻ്റെ ഒരു പ്ലാനിങ് നടക്കുന്നത്. ഭൈരവി എന്ന് പറയുന്ന ഒരു സിനിമ, ആ ഒരു സിനിമയിൽ രജനീകാന്ത് നായകനും അന്ന് നായകനായിട്ട് അഭിനയിച്ചിരുന്ന ശ്രീകാന്ത് എന്ന് പറയുന്ന നടൻ, ഒരുപാട് സീനിയർ ആയിട്ടുള്ള നടനാണ്. രജനീകാന്തിനെക്കാട്ടൊക്കെ ഒരുപാട് വർഷം മുമ്പ് സിനിമയിൽ വന്ന ഒരു നടനാണ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ആ സിനിമയിൽ വില്ലൻ വേഷം ചെയ്യുന്നത്. അപ്പോൾ അന്ന് അതിൻ്റെ ഒരു പല പ്രൊഡക്ഷൻ സൈഡൊക്കെ നോക്കി ചെയ്തപ്പോൾ പല പ്രൊഡ്യൂസേഴ്സും രജനീകാന്തിനെ നായകനാക്കുന്നതിനും ഈ പറയുന്ന ശ്രീകാന്തിനെ വില്ലനാക്കുന്നതൊക്കെ താല്പര്യമില്ലായിരുന്നു. കാരണം രജനീകാന്തിൻ്റെ അന്നത്ര താരമൂല്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവായതൊക്കെയാണ്. പക്ഷേ അന്ന് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന പ്രൊഡ്യൂസർ അവസാനം ഒരു പ്രൊഡ്യൂസർ ഓക്കെ പറഞ്ഞു രജനീകാന്തിനെ ആ ഒരു സിനിമയിൽ നായകനാക്കി. നമ്മുടെ ശ്രീപ്രിയ എന്ന് പറയുന്ന നടി അതിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഗീത അതിൽ രജനീകാന്തിൻ്റെ ഒരു അനീതിയുടെ വേഷം തോന്നുന്നു അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സിനിമ 78 ജൂണിലാണ് ആ ഒരു സിനിമ റിലീസാവുന്നത്. അങ്ങനെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ഒരു 35 അടി ഹൈറ്റിൽ ഒരു രജനീകാന്തിൻ്റെ ഒരു കട്ടൗട്ട്, അത് അന്നത്തെ ഡിസ്ട്രിബ്യൂട്ടർ, പിന്നീട് അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു പ്രൊഡ്യൂസറൊക്കെ കലേപ്പലി എസ് താനു എന്ന് പറയുന്ന അദ്ദേഹമാണ് ആ ഒരു മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ചത്. അതിൽ ഇത്രയും വലിയൊരു കട്ടൗട്ട്, അതിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന് പറഞ്ഞ് രജനീകാന്തിനെ ഒരു സൂപ്പർ സ്റ്റാറായിട്ട് ആദ്യമായിട്ട് ഒരു പോസ്റ്ററിൽ അല്ലെങ്കിൽ ഒരു ഹോർഡിങ്ങിൽ പേര് വരുത്തിയത് അദ്ദേഹമാണ്. അപ്പോൾ രജനീകാന്തിന് അന്ന് അത്ര താല്പര്യമില്ലായിരുന്നു. രജനീകാന്ത് പറഞ്ഞത് ഞാൻ സൂപ്പർ സ്റ്റാർ എന്നൊന്നും വിളിക്കാറായിട്ടില്ല. കാരണം അന്ന് ശിവാജി ഗണേശൻ തിളങ്ങി നിൽക്കുന്നുണ്ട്, കമലഹാസൻ നായകനായിട്ട് അഭിനയിക്കുന്നുണ്ട്, വേറെയും നടന്മാരൊക്കെ അന്ന് ശിവകുമാറിനെ പോലത്തെ നടന്മാരൊക്കെ അന്നുണ്ട്. അപ്പോൾ രജനീകാന്ത് പറഞ്ഞു എന്നെ ഒരിക്കലും സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ അതിൽ പേര് വെച്ചു. ആ ഒരു സിനിമ ഭയങ്കര ഹിറ്റായതാണ്. അതിനുശേഷം പിന്നെ രജനീകാന്തിനെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് രജനീകാന്തിൻ്റെ പിന്നീട് ഇൻഡസ്ട്രി മുഴുവൻ വിളിക്കാൻ തുടങ്ങിയത്. പിന്നെ ഒരു 80 ആയി കഴിഞ്ഞപ്പോൾ രജനീകാന്ത് ബില്ല പോലത്തെ സിനിമ, പിന്നെ മുരട്ടുകാള എന്ന് പറയുന്ന സിനിമ. മുരട്ടുകാള എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നു അന്നത്തെ ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു. അതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും, കളക്ഷൻ റെക്കോർഡുകളൊക്കെ വെട്ടിച്ച സിനിമയായിരുന്നു. പിന്നെ രജനീകാന്ത് 80 മുതൽ രജനീകാന്ത് തന്നെയാണ്. പിന്നെ അണ്ണാമലൈ എന്ന് പറയുന്ന ഒരു സിനിമ 91-ലോ 92-ലോ ആണ്. ആ ഒരു സിനിമയിലെ ഒരു ടൈറ്റിൽ കാർഡാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന് പറഞ്ഞിട്ട് രജനി എന്ന് പറഞ്ഞ് എഴുതുന്ന ഒരു ടൈറ്റിലുണ്ട്. ആ ടൈറ്റിൽ തന്നെയാണ് ഇന്നും നമ്മൾ സിനിമ കാണുമ്പോൾ അതിലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വെച്ചിട്ട് വരുന്നത്. ഇന്നും നമ്മൾ കാണുന്നത് ആ ഒരു സിനിമ അണ്ണാമലയിലൂടെ വന്ന ഒരു ടൈറ്റിലാണ്. അപ്പോൾ എന്തായാലും രജനീകാന്തിനെ സൂപ്പർ സ്റ്റാർ എന്ന് ആദ്യമായിട്ട് വിളിച്ചത് ഞാനും ഈ അടുത്താണ് അത് അറിഞ്ഞത്. ഈ പറഞ്ഞ പോലെ കലേപ്പലി എസ് താനു എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ് അന്ന് ആദ്യമായിട്ട് ഒരു ഹോർഡിങ്ങിലൂടെ അല്ലെങ്കിൽ അന്നത്തെ ഒരു വലിയൊരു കട്ടൗട്ടിലൂടെയാണ് രജനീകാന്ത് സൂപ്പർ സ്റ്റാറായി. ഇന്നും അദ്ദേഹം സൂപ്പർ സ്റ്റാറായി തന്നെ നിലനിൽക്കുന്നു.